അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്ക് പോയാലോ. ഇന്ന് ഞാനൊരു ആശുപത്രി പോയപ്പം ഇന്നൊരു അമ്മച്ചിയെ കണ്ടു. അപ്പോൾ എൻ്റെ പൊന്നു മോനെ, നിൻ്റെ പൊതിച്ചോറ് തിന്നാൻ എനിക്ക് നല്ല കൊതിയുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ ഞാൻ ഇന്ന് എത്തിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ നല്ല ചൂട് മട്ടയരി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട മോനെ, വളരെ കുറച്ച് മതി. ഞാൻ വളരെ കുറച്ച് ചോറേ കഴിക്കുകയുള്ളൂ, എനിക്ക് വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇതാ നല്ല നാടൻ കോഴിമുട്ട വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, നല്ല നങ്കി മീൻ വറുത്തത് ഒക്കെ കൂട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് മോനെ. നിൻ്റെ പൊതിച്ചോറ് കുഞ്ഞുമോൾ എന്നും കാണിച്ചു കൊടുക്കും അത്ര വീഡിയോ. പിന്നെ നല്ല കാന്താരിയും ചെറിയുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച ചമ്മന്തി കേട്ടോ. വെളിച്ചെണ്ണ വയസ്സായ ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്തിരി നല്ല ചമ്മന്തി ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ തോരൻ എന്താണെന്നറിയാമോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ചക്കക്കുരു മുരിങ്ങയിലും തോരനാണ് കേട്ടോ. അങ്ങനെ ചക്കക്കുരു മുരിങ്ങയിലയും തോരനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി മാങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ മാങ്ങ അച്ചാർ വെച്ച് കൊടുത്തു. ഇനി എന്താണെന്നറിയോ, പാവയ്ക്കയും തേങ്ങയും കൂടെ വറുത്തെടുത്താണ്. പച്ചപ്പാവയ്ക്കയാണ്, ഉണങ്ങിയ പാവയ്ക്കല്ല. ഭയങ്കര ടേസ്റ്റാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുത്താൽ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ കൂടെ കൂട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ വളരെ കുറച്ച് മതി, അങ്ങനെ ചേർത്ത് വറുത്തെടുത്താണ് പച്ചപ്പാവയ്ക്ക. ഇനി ഒഴിച്ചു കൂട്ടാൻ എന്താണെന്ന് അറിയണ്ടേ, നല്ല വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച സാമ്പാറിന് ഇത്തിരി ടൈം കിട്ടിയായിരുന്നു എനിക്ക്, അപ്പം ഞാൻ തേങ്ങയൊക്കെ വറുത്ത് സാമ്പാറുണ്ടാക്കി. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കിയാലോ. നല്ല വറുത്തരച്ച സാമ്പാർ, നാടൻ കോഴിമുട്ട വറുത്തത്, ഉണക്കനങ്കി വറുത്തത്, മാങ്ങാച്ചാറ്, ചക്കക്കുരു മുരിങ്ങയിലയും തോരൻ, മുളക് ചമ്മന്തി, കാന്താരിയും ചെറിയുള്ളിയും കൂടി ചതച്ച് ചമ്മന്തി, പാവയ്ക്കയും തേങ്ങയും ഒക്കെ വറുത്ത്. പച്ചപ്പാവയ്ക്കയാണ് കേട്ടോ, ഉണക്കപ്പാവയ്ക്കയല്ല. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പൊതിച്ചോറ് മടക്കി പൊതിയണ്ടേ. അപ്പോൾ എന്താണെന്നറിയോ, മാനെ പൊതിച്ചോറിൻ്റെ കൂടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് താടിയമ്മ. ഇവിടുത്തെയുള്ള ആൾക്കാർ പാലക്കാടൻ ഭാഷയല്ലേ, താടിയമ്മ എനിക്ക് മരുന്ന് വാങ്ങാനാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം എന്നെ കാണാനായിട്ട് ആശുപത്രി വന്നപ്പോൾ ഓടി എൻ്റെ അടുത്ത് എത്തിയിട്ടോ. ശരി, നമ്മുടെ കയ്യിലുള്ളത് ഒരു കവറിലിട്ട് പൊതിച്ചോറിൻ്റെ കൂടെ വെച്ച് കൊടുത്താലോ. അങ്ങനെ പൊതിച്ചോറിൻ്റെ കൂടെ അതും ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ.